ഉള്ളശ്ശേരി എന്ന സ്ഥലത്താണ് റോണിസ് തന്റെ കുടുംബത്തിനൊപ്പം ജീവിക്കുന്നത്. പപ്പ, മമ്മി, അപ്പച്ചൻ അടങ്ങിയ ഒരു ചെറിയ കുടുംബമാണ് റോണിസ് മോക്കുള്ളത്. ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് റോണിസ് മോളോട് ചോദിച്ചാൽ മറ്റു കുട്ടികളെ പോലെ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് പറയുമെങ്കിലും റോണിസ് മോക്ക് പപ്പയാണ് എല്ലാം. +1 റോണിസ് മോൾ പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ മദ്യപിച്ച് പപ്പ വീട്ടിൽ കയറി വന്നു. കുറച്ചു കഴിഞ്ഞ് അടഞ്ഞു കിടന്ന പപ്പയുടെയും മമ്മയുടെ മുറിയിൽ നിന്നും വലിയ ശബ്ദത്തിൽ വാ വെക്കുന്നത് റോണിസ് കേട്ടു. പെട്ടെന്ന് വാതിൽ തുറന്ന് പപ്പ ഇറങ്ങി വന്നു. എന്താ പപ്പ കാര്യം എന്ന് റോണിസ് ചോദിച്ചു. മോള് പോയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് പപ്പ കാർ എടുത്ത് പുറത്തുപോയി. റോണിസിന്റെ ചെറിയ മനസ്സിന് അതൊരു സങ്കടമായി. റോണിസിന്റെ പപ്പ സാധാരണ എടുക്കുന്നതിലും വേഗത്തിലാണ് കാർ ഓടിച്ചത്. 2 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിച്ചു. അവിടെയുള്ളവർ റോണിസിന്റെ പപ്പയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ എത്തുന്നതിന് മുന്നേ അദ്ദേഹം മരിച്ചിരുന്നു. കണ്ടു നിന്നവർ മനഃപൂർവ്വം പോസ്റ്റിലേക്ക് ഓടിച്ചു കയറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. അത് റോണിസിന് ഒരു വലിയ ഷോക്കായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് ചെറുപ്പമായതുകൊണ്ട് തന്നെ റോണിസിന്റെ അമ്മ രണ്ടാമതൊരു കല്യാണത്തിനായി തയ്യാറായി. എന്നാൽ റോണിസിന് തന്റെ അപ്പച്ചനെയും വീടുമൊക്കെ വിട്ടുപോകാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ അപ്പച്ചനും റോണിസും ഒറ്റയ്ക്കായി. ഓരോ ദിവസം കഴിയും തോറും റോണിസ് വിഷാദത്തോടെ അധികമൊന്നും മിണ്ടാതിരിക്കുന്നത് അപ്പച്ചനെ ഒത്തിരി സങ്കടപ്പെടുത്തി. അവളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കുഞ്ഞു നായക്കുട്ടിയെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു അപ്പച്ചൻ. റോണിസ് മോൾ അതിന് ദൊപ്പി എന്ന് പേരിട്ടു. അങ്ങനെ പതിയെ റോണിസ് പഴയതുപോലെ ഉത്സാഹത്തോടെ മാറ്റങ്ങളെ അംഗീകരിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ റോണിസ് വീട്ടിലില്ലാത്ത ഒരു ദിവസം 4 മണി സമയം ദൊപ്പി വീടിന്റെ പുറത്ത് ചാടി. വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു വളവിന്റെ അടുത്ത് എത്തിയപ്പോൾ റോഡിലോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു കാട്ടുചെടി കാരണം എതിർദിശയിൽ നിന്നും വന്ന ഒരു കാറുകാരൻ വലത്തോട്ട് വെട്ടിച്ചു വരികയും നേരെ ദൊപ്പിയെ വന്ന് ഇടിക്കുകയും ചെയ്തു. ആള് കൂടിയപ്പോഴേക്കും ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദൊപ്പിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇടിച്ച കാറുകാരൻ അവിടെ നിർത്തിയില്ല. ഈ സംഭവം റോണിസിനെ ശരിക്കും പിടിച്ചു കുലുക്കി. എല്ലാത്തിനോടും ദേഷ്യവും വെറുപ്പും മാത്രമായി. റോണിസ് നോക്കിയപ്പോൾ നിരാഹാരത്തിലും സമരങ്ങളിലും ഊന്നിയ പ്രതിഷേധ മാർഗങ്ങളാണ് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനോട് റോണിസിന് താല്പര്യമില്ലായിരുന്നു. അന്ന് രാത്രി റോണിസിന് ഉറങ്ങാൻ പറ്റിയില്ല. എന്നാൽ കുറച്ചു സമയം എടുത്തിട്ടാണെങ്കിലും ഉറക്കത്തിന്റെ മധ്യേ തന്റെ പപ്പയെ റോണിസ് സ്വപ്നം കണ്ടു. പ്രതിഷേധം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളതാണ്. എന്ത് മാറ്റമാണ് നീ കാണാൻ ആഗ്രഹിക്കുന്നത്? അതിന് പ്രവർത്തിക്കേണ്ട ആദ്യത്തെ വ്യക്തി നീ തന്നെയാണ്, അതും വേറെ ഒരാളെ ഉപദ്രവിക്കാത്ത വിധത്തിൽ എന്ന് പപ്പ തന്നോടായി പറയുന്നതായി റോണിസിന് തോന്നി. അങ്ങനെ തന്റെ ദൊപ്പിയുടെ ജീവൻ പോകാൻ കാരണമായ ആ വളവിന്റെ അവിടെ റോഡിലോട്ട് ചാഞ്ഞു നിൽക്കുന്ന കാട്ടുചെടി പറിച്ച് അവിടെയൊക്കെ റോണിസ് വൃത്തിയാക്കി. ഇതിന്റെ കൂടെ യൂട്യൂബിൽ ഇതൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഒത്തിരി നെഗറ്റീവ്സ് വീഡിയോസിന്റെ താഴെ വന്നിട്ടും റോണിസ് തന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചു. തുടർന്നും വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ റോണിസിന്റെ വീഡിയോസ് വൈറലായി. ഒത്തിരി പേര് കുട്ടിക്ക് നല്ല സപ്പോർട്ട് നൽകാൻ തുടങ്ങി. ഇതിനിടയിൽ യൂട്യൂബിന്റെ ഒരു മീറ്റപ്പിൽ വെച്ച് ആൽബി എന്ന പയ്യനെ റോണിസ് പരിചയപ്പെട്ടു. ആൽബിക്ക് റോണിസിന്റെ പ്രവർത്തനങ്ങൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ അപ്പച്ചന്റെയും റോണിസിന്റെയും ചെറിയ ജീവിതത്തിലേക്ക് ആൽബി എന്ന കൂട്ടുകാരനും വന്നു ചേർന്നു. തുടർന്നും പൂർണ്ണ ഊർജ്ജസ്വലയായി റോണിസ് തന്റെ ജീവിതത്തിലെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് തന്നെ പോകുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളും അതിന്റെ ചുറ്റും തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെ തന്നെ നിങ്ങളുടെ യാത്രകളിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും വിശ്വസ്തരായ ഡ്രൈവേഴ്സിനെ കിട്ടാത്തതുകൊണ്ട് യാത്രകൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടീമാണ് വി ഡ്രോപ്പ് യു. ഇങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളുടെ ചുറ്റുപാട് മാറിയതിനു ശേഷം നമുക്ക് മാറാം എന്ന് പറയുന്നതിന് പകരം നമ്മൾ മാറിയാൽ നമ്മുടെ ചുറ്റുപാട് ഉറപ്പായി മാറും എന്ന് വിശ്വസിക്കുന്ന ഒരാളായി നമ്മൾക്ക് മാറാം. വി ഡ്രോപ്പ് യു, വെയർ റിയൽ കമ്പാനിയൻഷിപ്പ് ബിഗിൻസ്. ഹസ്ത ല വിസ്ത.